കൊച്ചിയിൽ കപ്പൽ മുങ്ങിയ സംഭവം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് ഏത് തരത്തിൽ ഈ പവിഴപ്പുറ്റുകളെ ബാധിക്കും എന്നാണ് വിലയിരുത്തൽ? ബൽറാം. ഉന്മേഷ്, പ്രവിത, കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അതിൽ നിന്നും ഉണ്ടായ മാലിന്യങ്ങൾ അത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ അടക്കമുള്ള ജൈവ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രധാനമായും ഈ മാലിന്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നടത്തിയ തെരച്ചിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അത് ഈ മാലിന്യങ്ങൾ ആ പ്രദേശങ്ങളിലേക്ക് ഈ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റ അടങ്ങുന്ന പ്രദേശത്തേക്കും ഒപ്പം തന്നെ രാജ്യത്തെ മറ്റ് തീരപ്രദേശങ്ങളിലേക്കും നീങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും അതിൽ എന്തൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ എന്നുള്ളത് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നു. എന്നാൽ എന്താണ് ആ വസ്തുക്കൾ എന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ ഉടമ ഇത് എന്തായിരുന്നു അപകടകരമായ വസ്തുക്കൾ അതിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകണം എന്നാണ് ഹരിത ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാണ് ഇടപെടൽ നടത്തിയതും കേസെടുത്തതും ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും ഹരിത ട്രൈബ്യൂണൽ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ ഹരിത ട്രൈബ്യൂണൽ ദേശീയ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഒപ്പം തന്നെ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിനും മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടാതെ വിഷയത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സംസ്ഥാനത്തെ കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലക്ഷദ്വീപിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ മാസം 24-നകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് ഉള്ളത്. ഈ മാസം 30-ന് ഹരിത ട്രൈബ്യൂണൽ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഉന്മേഷ്, പ്രവിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.